ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വ്യത്യസ്ത തരം കെമിക്കൽ ബോണ്ടുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ബോണ്ടാണ് അയോണിക് ബോണ്ട്. എന്താണ് അയോണിക് ബോണ്ട്? രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുകളെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാറ്റത്തിൽ നിന്ന് മറ്റൊരാറ്റത്തിലേക്ക് ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുകളെയാണ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ് എക്സെട്ര. ഉദാഹരണത്തിന് സോഡിയം ഒരു ഇലക്ട്രോൺ ഫ്ലൂറിന് കൊടുക്കുമ്പോൾ സോഡിയത്തിന് പോസിറ്റീവ് ചാർജും ഫ്ലൂറിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. ഇങ്ങനെ സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡിൽ സോഡിയം അതിൻ്റെ ഔട്ടർ മോഷനിലുള്ള ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൈമാറ്റം ചെയ്യുമ്പോൾ സോഡിയത്തിന് പോസിറ്റീവ് ചാർജും ക്ലോറിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അങ്ങനെ സോഡിയം ക്ലോറൈഡ് എന്ന അയണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. കാൽഷ്യം ക്ലോറൈഡിൽ കാൽഷ്യം അതിൻ്റെ ഔട്ടർ മോഷനിലെ രണ്ട് ഇലക്ട്രോണുകൾ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾക്കായിട്ട് കൊടുക്കുമ്പോൾ കാൽഷ്യത്തിന് രണ്ട് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഈ Ca2+ അയോൺ രണ്ട് Cl- അയോണുകളുമായിട്ട് ചേർന്ന് CaCl2 എന്ന മോളിക്യൂൾ ഉണ്ടാകുന്നു. ഒരു അയണിക് ബോണ്ട് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആറ്റം അതിൻ്റെ ഇലക്ട്രോൺ വളരെ പെട്ടെന്ന് വിട്ടുകൊടുക്കണം. അതേപോലെ തന്നെ ഒരു നോൺ മെറ്റൽ ആറ്റം ഈ ഇലക്ട്രോൺ വളരെ പെട്ടെന്ന് സ്വീകരിക്കുകയും വേണം. അല്ലെങ്കിൽ മെറ്റൽ ആറ്റത്തിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവായിരിക്കണം. നോൺ മെറ്റൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി വളരെ കൂടുതലുമായിരിക്കണം. അയോണിക് ബോണ്ടുകൾ സാധാരണ ഉണ്ടാകുന്നത് പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റുകളും 16ഉം 17ഉം ഗ്രൂപ്പിലെ എലമെന്റുകളും തമ്മിലാണ്. ഈ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ തമ്മിൽ ആണ് സാധാരണ അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇതിന് കാരണം ഗ്രൂപ്പ് 1ഉം 2ലുമുള്ള മെറ്റൽ ആറ്റങ്ങളുടെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. അതേപോലെ ഗ്രൂപ്പ് 16ഉം 17ലും വരുന്ന നോൺ മെറ്റൽ ആറ്റങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി വളരെ ഹൈ ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ, ഇവ തമ്മിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്ന 2.1ൽ കൂടുതലായിരിക്കണം. നാലാമത്തത്, ഇങ്ങനെ ഉണ്ടാകുന്ന അയോണിക് കോമ്പൗണ്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി വളരെ ഹൈ ആയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഒരു അയോണിക് ബോണ്ട് ഉണ്ടാകാനുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഒന്നാമത്തത്, ദ അയണൈസേഷൻ എനർജി ഓഫ് മെറ്റൽ ആറ്റം ഷുഡ് ബി ഹൈ, വെരി ലോ. ദ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് നോൺ മെറ്റൽ ആറ്റം ഷുഡ് ബി ഹൈ. The difference in electronegativity between the combining atoms should be greater than 2.1. The lattice energy of the ionic compound formed must be very high. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് നോക്കാം. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു അയോണിക് സോളിഡിലുള്ള ആറ്റങ്ങളെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവന്റ് അയോൺസ് ആക്കി മാറ്റുന്നതിന് കൊടുക്കേണ്ട എനർജിയാണ്. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് എന്ന അയണിക് സോളിഡിൽ 788 കിലോ ജൂൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് Na+ അയോണും Cl- അയോണുമായിട്ട് മാറും. ഇങ്ങനെ ഒരു അയോണിക് സോളിഡിനെ അതിൻ്റെ ഗേഷ്യസ് അയോൺസ് ആക്കി മാറ്റാൻ കൊടുക്കേണ്ട എനർജിയെ നമ്മൾ അയണൈസേഷൻ ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി എന്ന് പറയുന്നു. അങ്ങനെ സോഡിയം ക്ലോറൈഡിന്റെ ലാറ്റിസ് എനർജി 788 കിലോ ജൂൾ ആണ്. രണ്ടാമത്തെ ടൈപ്പ് ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. എന്താണ് കോവാലന്റ് ബോണ്ട്? ആറ്റങ്ങൾ തമ്മിൽ പരസ്പരം ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുകളെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ മ്യൂച്വൽ ഷെയറിംഗ് വഴി ഉണ്ടാകുന്ന ബോണ്ടുകളാണ് കോവാലന്റ് ബോണ്ട്. ഇങ്ങനെ ഒരു ആറ്റം എത്ര ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നു അത്രയും തന്നെ മറ്റൊരു ആറ്റവും തിരിച്ച് ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ തുല്യ എണ്ണം ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുകളെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ക്ലോറിൻ മോളിക്യൂളിൽ ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോണുകൾ വീതം ഷെയർ ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ പരസ്പരം ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു.
ഇങ്ങനെ കോവാലന്റ് ബോണ്ട് ഉണ്ടാവുന്നു. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഈ ഇലക്ട്രോൺ പെയറിനെ നമ്മൾ ബോണ്ട് പെയർ എന്ന് പറയുന്നു. ഇനി ഇപ്രകാരം കോവാലന്റ് ബോണ്ട് ഉണ്ടാകുമ്പോൾ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണുകൾ അല്ലാതെ ബോണ്ട് ഉണ്ടാക്കുന്ന ആറ്റങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വേറെയും ഇലക്ട്രോണുകൾ ഉണ്ടാവും. അങ്ങനെ ഷെയർ ചെയ്യാത്ത മറ്റ് ഇലക്ട്രോൺ പെയറുകളെ നമ്മൾ ലോൺ പെയേഴ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ ബോണ്ടിൽ ഉള്ള ഇലക്ട്രോണുകളെ ബോണ്ട് പെയർ എന്നും, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണുകളെ ബോണ്ട് പെയർ എന്നും, ഷെയർ ചെയ്യാത്ത വാലൻസ് ഷെല്ലിലുള്ള മറ്റ് ഇലക്ട്രോണുകളെ ലോൺ പെയർ എന്നും പറയും. ഇപ്രകാരം ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ സിംഗിൾ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ഉണ്ടാകുന്നു എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വാട്ടർ മോളിക്യൂളിൽ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ ബോണ്ടാണ്. അമോണിയയിലെ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ടും സിംഗിൾ ബോണ്ടാണ്. CH4 എന്ന മോളിക്യൂളിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. ഇങ്ങനെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ മാത്രം ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുകളെ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. രണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്രകാരം ഉണ്ടാകുന്ന ബോണ്ടുകളെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. രണ്ട് ആറ്റങ്ങൾക്കിടയ്ക്ക് രണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന മോളിക്യൂളിൽ കാർബണും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ കാർബൺ ആറ്റം ഓക്സിജൻ ആറ്റവുമായി രണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. എത്തിലീൻ അല്ലെങ്കിൽ എത്തീൻ എന്ന മോളിക്യൂളിൽ കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ഡബിൾ ബോണ്ടാണുള്ളത്. അവരും രണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. ബോണ്ട് ഉണ്ടാക്കുന്ന രണ്ടാറ്റങ്ങൾ തമ്മിൽ മൂന്ന് പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അതിനെ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയും. ഉദാഹരണത്തിന് നൈട്രജൻ മോളിക്യൂളിൽ നൈട്രജൻ ആറ്റങ്ങൾക്കിടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. അതേപോലെ എത്തിലീൻ അല്ലെങ്കിൽ എത്തൈൻ അല്ലെങ്കിൽ അസറ്റിലീൻ എന്ന മോളിക്യൂളിൽ കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. ഇങ്ങനെ പരസ്പരം തുല്യ എണ്ണം ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുകളെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചില ടേംസ് ആണ് നമുക്കിനി നോക്കേണ്ടത്. അതിൽ ആദ്യത്താണ് ബോണ്ട് ലെങ്ത്, ദെൻ ബോണ്ട് ആംഗിൾ, ബോണ്ട് എൻതാൽപി ആൻഡ് ബോണ്ട് ഓർഡർ. ഇത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ബോണ്ട് ലെങ്ത്. ബോണ്ട് ഉണ്ടാക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്കിടയ്ക്കുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ബോണ്ട് ഉണ്ടാക്കുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ പരസ്പരം അടുത്ത് വരികയും അകന്നു പോവുകയും ചെയ്യും, അല്ലെങ്കിൽ അതൊരു ഓസിലേറ്റിംഗ് ബോണ്ടാണ്. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോളിക്യൂളിൽ ആ രണ്ട് ന്യൂക്ലിയസുകൾക്ക് ഇടയ്ക്കുള്ള ആ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസിനെ നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നു. വ്യത്യസ്ത തരം ബോണ്ടുകളുടെ ബോണ്ട് ലെങ്ത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടേമാണ് ബോണ്ട് ആംഗിൾ. ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിലുള്ള രണ്ട് ബോണ്ടുകൾക്കിടയ്ക്ക് ഉണ്ടാവുന്ന ആംഗിളിനെ നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നു. ഈ ബോണ്ട് ആംഗിൾ കണ്ടുപിടിക്കുന്ന വഴി നമുക്ക് മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണെന്ന് അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന്, വാട്ടർ മോളിക്യൂളിൽ രണ്ട് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടുകൾക്കിടയ്ക്കുള്ള ആംഗിൾ 104.5 ഡിഗ്രിയാണ്. അടുത്തൊരു ടേമാണ് ബോണ്ട് എൻതാൽപി അല്ലെങ്കിൽ ബോണ്ട് എനർജി. ഒരു കോവാലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട എനർജി ആണ് നമ്മൾ ബോണ്ട് എൻതാൽപി അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. ഒരു ഡയറ്റോമിക് മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ബോണ്ട് എൻതാൽപി അല്ലെങ്കിൽ ബോണ്ട് എനർജി ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഉദാഹരണത്തിന്, ഹൈഡ്രജൻ മോളിക്യൂളിലെ ഹൈഡ്രജൻ ബോണ്ടിന്റെ എനർജി എന്ന് പറയുന്നത് 435.8 കിലോ ജൂൾ ആണ്. എന്നാൽ ഒരു പോളി അറ്റോമിക് മോളിക്യൂളിൽ ബോണ്ട് എൻതാൽപി സെയിം ആയിരിക്കില്ല. അതിലെ ഓരോ ബോണ്ടുകളും ബ്രേക്ക് ചെയ്യുന്നതിന് ഒരേ എനർജി അല്ല കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന്, വാട്ടർ മോളിക്യൂളിൽ രണ്ട് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്. ഈ രണ്ട് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നതിന് ഒരേ എനർജി അല്ല കൊടുക്കുന്നത്. വാട്ടറിലെ ആദ്യത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജി 502 കിലോ ജൂൾ ആണെങ്കിൽ രണ്ടാമത്തെ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് 427 കിലോ ജൂൾ ആണ്.
അപ്പോൾ ഇതിന്റെ ആവറേജ് വാല്യൂ ആയിട്ടാണ് നമ്മൾ ബോണ്ട് എനർജി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ പോളി അറ്റോമിക് മോളിക്യൂളുകളിൽ ആവറേജ് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെ ബോണ്ട് എനർജി എന്ന് പറയും. അടുത്ത ഒരു ടേമാണ് ബോണ്ട് ഓർഡർ. ലൂയിസ് തിയറി അനുസരിച്ച് രണ്ട് ആറ്റങ്ങൾക്കിടയ്ക്കുള്ള ബോണ്ടുകളുടെ എണ്ണത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഹൈഡ്രജൻ മോളിക്യൂളിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയ്ക്ക് സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് ഇതിന്റെ ബോണ്ട് ഓർഡർ 1 ആണ്. ഓക്സിജൻ മോളിക്യൂളിൽ ഓക്സിജൻ ആറ്റങ്ങൾക്കിടയ്ക്ക് ഡബിൾ ബോണ്ടാണ്, അതുകൊണ്ട് ബോണ്ട് ഓർഡർ 2 ആണ്. നൈട്രജൻ മോളിക്യൂളിൽ നൈട്രജൻ ആറ്റങ്ങൾക്കിടയ്ക്ക് 3 ബോണ്ടുകളുണ്ട്, സോ ബോണ്ട് ഓർഡർ 3 ആണ്. ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ടിന്റെ എനർജി കൂടുന്നു, അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുക്കേണ്ട എനർജി കൂടുന്നു എന്ന് പറയാം. കാരണം ബോണ്ടുകളുടെ എണ്ണം കൂടുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുന്നു. ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് ലെങ്ത് കുറയുന്നു എന്ന് പറയാം. ബോണ്ടുകൾ രണ്ട് ആറ്റങ്ങൾക്കിടയ്ക്കുള്ള ബോണ്ടുകളുടെ എണ്ണം കൂടുമ്പോൾ അവ തമ്മിലുള്ള ലെങ്ത്, ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. ഇത്രയുമാണ് ബോണ്ടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി ഈ ബോണ്ടുകളെ കുറിച്ചുള്ള മറ്റ് ടേംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.